പ്രധാനമായും ഞങ്ങൾക്കെടുത്താനും രാഷ്ട്രീയമാണ്. രാഷ്ട്രീയത്തിൻ്റെ ധാരണകളും നിലപാടുകളും തന്നെയാണ് മുഖ്യം. രാഷ്ട്രീയം ജനങ്ങളെയും അവരുടെ ജീവിതത്തെയും മൗലികമായിട്ട് ബാധിക്കുന്നത് കൊണ്ട് LDF തികഞ്ഞ വിശ്വാസമുണ്ട്. ഈ രാഷ്ട്രീയ സമരത്തിൽ LDF തങ്ങളുടെ ജീവിതത്തിലുണ്ടാക്കിയ മാറ്റം ജനങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ കണക്കിലെടുക്കുമെന്നാണ്. കേരളത്തിലെ ജനജീവിതത്തിൽ LDFിൻ്റെ നിലപാടുകളും നയങ്ങളും ഭരണവും ഉണ്ടാക്കിയ തെളിച്ചമാർന്ന മാറ്റം ഈ തെരഞ്ഞെടുപ്പിലെ ഗൗരവമേറിയൊരു പശ്ചാത്തലമാണ്. ആ അനുഭവങ്ങൾ കണ്ടുകൊണ്ടാണ് ജനങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നത്. ആ വോട്ട് എല്ലാ പഞ്ചായത്തുകളിലും, ഗ്രാമപഞ്ചായത്തിലും, ബ്ലോക്ക് പഞ്ചായത്തിലും, ജില്ലാ പഞ്ചായത്തിലും, പ്ലസ് മുനിസിപ്പൽ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലുമെല്ലാം ഇടതുപക്ഷത്തിന് അനുകൂലമായ വിധിയായിരിക്കുമെന്ന് നല്ല ഉറപ്പ് ഞങ്ങൾക്കും. 5 കൊല്ലം മുമ്പുണ്ടായ വിജയം കേരളം മറന്നു പോയിട്ടില്ല. സമ്പൂർണമായ ആധിപത്യമുണ്ടായി LDF. ത്രിതല പഞ്ചായത്തുകളെല്ലാം സമ്പൂർണ്ണ ആധിപത്യമായിരുന്നു. ആ വാക്ക് യഥാർത്ഥത്തിൽ ഇക്കുറി അതിനേക്കാൾ ശക്തമായ വിജയമായിരിക്കും ഉണ്ടാവുക. LDF മറുഭാഗത്തുള്ളവരെല്ലാം വായടപ്പിക്കാൻ പോലെ വിജയമായിരിക്കും. ഇതിന് കാരണം ഒന്നാമത്തെ രാഷ്ട്രീയമാണ്. രാഷ്ട്രീയം ഞാൻ ഒരുപാട് ദുഃഖമേ പറയേണ്ടതില്ല. രണ്ടാമത്തേത് ജീവിതത്തിലുണ്ടായ മാറ്റത്തിൻ്റെ കഥ ഞാൻ പറഞ്ഞു. കേരളം ഇന്ത്യയിലെ സാമൂഹ്യ അവസ്ഥയിൽ മറ്റെവിടെയും ചിന്തിക്കാനാകാത്തതുപോലെ പാവങ്ങൾക്ക് അനുകൂലമായ നിലപാടിൻ്റെ രാഷ്ട്രീയവും നയങ്ങളും പ്രാവർത്തികമാക്കിയിരിക്കുന്നു. അതിദാരിദ്ര്യം എന്ന അവസ്ഥ വാസ്തവത്തിൽ മനുഷ്യന്റെ അന്തത്തിനെ തന്നെ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന ഏറ്റവും ദയനീയ സ്ഥിതിയായിരുന്നു. മനുഷ്യനെ നട്ടന്റെ വളരാതെ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തിക്കും അതിദാരിദ്ര്യം, എക്സ്ട്രീം പോവർട്ടി. അങ്ങനെ ഒന്ന് ഇല്ലാതാക്കിയ സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിൽ ആദ്യമായിട്ട് എല്ലാവർക്കും സാക്ഷരത കൊടുത്ത കേരളം. ഇന്ത്യയിൽ അങ്ങനെ പല ഒന്നാം സ്ഥാനം നേടിയ കേരളം. ആ ഒന്നാം സ്ഥാന പരമ്പരയിൽ ഏറ്റവും ശ്രദ്ധേയമായൊരു മാറ്റം ഉണ്ടാക്കിയത് അടുത്ത കാലത്താണ്. നവംബർ 1-ാം തീയതി കേരളം പ്രഖ്യാപിച്ചു. കേരളത്തിൽ അതിദരിദ്രാവസ്ഥയിൽ ജീവിക്കുന്ന ഒരാൾ പോലുമില്ല എന്ന് നേടിക്കഴിഞ്ഞു. അപ്പോൾ ചോദ്യമുണ്ടായി, അവിടെ തീർന്നില്ല എന്ന്. LDF കൃത്യമായ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. ഈ പോരാട്ടം അതിദാരിദ്ര്യം ഇല്ലാതാക്കിയ കേരളത്തിൽ ദാരിദ്ര്യത്തിൻ്റെ കരുതൽ എല്ലാ ജീവിതങ്ങളിൽ നിന്നും ഇല്ലാതാക്കാൻ വേണ്ടിയാണ്. എല്ലാ മനുഷ്യർക്കും അന്തസ്സാർന്ന ജീവിതത്തിൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളെല്ലാം ഉറപ്പാക്കിക്കൊണ്ടേ നേടാൻ പറ്റുമെന്ന് അറിയാം. ആ ലക്ഷ്യം LDF നേടും. ഈ തെരഞ്ഞെടുപ്പിൻ്റെ അടിസ്ഥാനമാക്കി മുന്നോട്ട് വെച്ച ഞങ്ങളുടെ മാനിഫെസ്റ്റോയിൽ ഞങ്ങൾ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം അതാണ്. ദരിദ്രാവസ്ഥ ഇല്ലാതാക്കിയ അവിടെ മുന്നോട്ട് പോയി ദരിദ്രത്തിൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തിക്കൊണ്ട് എല്ലാ കേരളീയർക്കും ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങളെല്ലാം ഉറപ്പാക്കുകയാണ്. അത് LDFിൻ്റെ ഉറപ്പാണ്. ഈ ഉറപ്പ് പാലിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വോട്ട് ആവശ്യപ്പെടുന്നത്. ജനങ്ങൾക്ക് LDF വിശ്വാസമാണ്. വിശ്വസിക്കത്തക്ക രാഷ്ട്രീയ ചേരി LDF മാത്രമേ ഉള്ളൂ എന്ന് അവർക്കറിയാം. അതുകൊണ്ട് ജനങ്ങൾ ഞങ്ങളെ തീർച്ചയായിട്ടും പിന്താങ്ങുന്ന ഉറപ്പ് ഞങ്ങൾക്കുണ്ട്. ഈ ഉറപ്പ് ഉള്ളത് നിങ്ങൾക്ക് മാത്രമല്ല, ഈ ഉറപ്പ് മറുഭാഗത്തുമുണ്ട്.
ഈ ഉറപ്പ് UDF-നുമുണ്ട്, BJP-ക്കുമുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും കണ്ടതുപോലെ UDF-ഉം BJP-യും ഇവിടെയും ഇപ്രാവശ്യവും അന്ധമായ ഇടതുപക്ഷ വിരോധത്തിൻ്റെ പേരിൽ നിന്നുകൊണ്ട് കൈകോർത്ത് പിടിക്കാൻ പഠിക്കാത്തത്. ഇവിടെ പല തലങ്ങളിലും ഇതിനോടകം തന്നെ LDF-ന്റെ വിജയത്തെ കണ്ട് ഭയപ്പെടുന്ന UDF-ഉം BJP-യും രഹസ്യമായിട്ടുള്ള ബാന്ധവത്തിൻ്റെ കരുക്കൾ നീക്കുന്നുണ്ട്. കോൺഗ്രസ് വിചിത്രമായൊരു പാർട്ടിയാണ്. ആ പാർട്ടിയുടെ തോളിൽ, ആ പാർട്ടി ഒരു കൈ വെൽഫെയർ പാർട്ടിയുടെ തോളിലാണ്, രണ്ട് കൈ ഉണ്ടല്ലോ. മറ്റേ കൈ എവിടെയാണ്? മറ്റേ കൈ BJP തോളിലായിരിക്കും. ഒരു ഭാഗത്ത് മുസ്ലിം മതതീവ്രവാദവും മറുഭാഗത്ത് ഹിന്ദു മതതീവ്രവാദവുമാണ് ഈ പാർട്ടികളുടെ പ്രാതിനിധ്യം. അവരുമായിട്ടാണ് ചങ്ങാത്തപ്പെടാൻ പോകുന്നത്. ഈ രാഷ്ട്രീയം മഹാത്മാഗാന്ധിയുടെ പാർട്ടിക്ക്, നെഹ്റുവിൻ്റെ പാർട്ടിക്ക് എന്ന് അവകാശപ്പെടുന്ന പാർട്ടിക്ക് ഭൂഷണമാണോ എന്ന് ചിന്തിക്കുന്ന കോൺഗ്രസ്സുകാരുണ്ട്. ആ കോൺഗ്രസ്സുകാരുടെയും മനസ്സിൽ ഇത്തവണ നാച്ചുറൽ ചോയ്സായി LDF വരും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഇത് കോൺഗ്രസിൻ്റെ ഗതികെട്ട അവസ്ഥയാണ്. അദ്ദേഹം പറഞ്ഞു പോകുന്നില്ല. തരം കിട്ടുമ്പോഴെല്ലാം മോദി സ്തുതി പാടുന്നൊരു നേതാവുണ്ട് കോൺഗ്രസ്. ചെറിയ ആളല്ല, വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്. സാക്ഷാൽ തിരുവനന്തപുരം MP ശശി തരൂർ. വർക്കിംഗ് കമ്മിറ്റിയാണ് കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും വലിയ ഉന്നത അധികാര ഘടന, സമിതി. അതിൽ ബഹുമാനപ്പെട്ട അംഗമാണ് ശശി തരൂർ. എല്ലാ ആഴ്ചയിലും അദ്ദേഹത്തിന് വകയായിട്ട് പ്രസ്താവന വരും BJP-ക്ക് അനുകൂലമായി. ഇപ്പോൾ ന്യൂയോർക്കിലെ പുതിയ ഇടതുപക്ഷ വികാരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ മേയറെ കമ്മ്യൂണിസ്റ്റ് ഭ്രാന്തനെന്ന് വിളിച്ച അമേരിക്കൻ പ്രസിഡന്റ് ട്രംപുമായിട്ടുണ്ടായ കൂടിക്കാഴ്ചയുടെ പശ്ചാത്തലത്തിൽ ഒരു പിഴവുണ്ടാക്കിയിട്ട് അവിടെയും ശീതരും മോദിയെ സ്തുതിച്ചു. മോദിയെ സ്തുതിക്കുന്ന തൻ്റെ നിലപാടിനെ വള്ളപൂശി കാണിക്കാനും അദ്ദേഹം ശ്രമിച്ചു. ഇതാണ് പുതിയ കോൺഗ്രസ്. അന്ന് കോൺഗ്രസിന്റെ നേതാക്കന്മാർ ചോദിച്ചു, ഇങ്ങനെ എപ്പോഴും തുണിക്കാൻ വേണ്ടിയാണെങ്കിൽ എന്തിനാണ് തരൂരിനോട് നിൽക്കുന്നത്, അങ്ങോട്ട് പോയിക്കൂടെ ചോദിച്ചു. താഴ്ത്തിയാണെങ്കിൽ ഈ രാജ്യം ചോദിക്കുന്നു, അങ്ങനെയാണെങ്കിൽ ആ നേതാവിനെ പുറത്താക്കാൻ എന്തേ കോൺഗ്രസ് പാർട്ടിക്ക് ധൈര്യമില്ല? എന്തേ കോൺഗ്രസ് പാർട്ടിയിലെ ഒരു നേതാവും വ്യക്തമായിട്ട് ഇത്ര അളവിൽ, ഈ അളവിൽ BJP-യുമായി ചങ്ങാത്തം കൂടുന്ന വർക്കിംഗ് കമ്മിറ്റി മെമ്പർമാരെ പുറത്താക്കാൻ എന്തുകൊണ്ട് പഠിക്കണം? ഞാൻ ഉപയോഗിച്ച വാക്ക് മെമ്പർമാരെന്നാണ്. അത്തരക്കാർ വർക്കിംഗ് കമ്മിറ്റി ഒരാളല്ല ഉള്ളത്. അതുകൊണ്ടാണ് ഞാൻ വാക്ക് ഉപയോഗിച്ചത്. ബഹുവചനം ശരിയാണ്, ഒരാളല്ല ഉള്ളത്. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിലെ ഒന്നിലേറെ ആളുകൾ മനസ്സുകൊണ്ട് BJP-ക്കാരാണ്. മനസ്സുകൊണ്ട് അവര് തക്കം പാർത്തിരിക്കുകയാണ്. ഉചിതമായ മുഹൂർത്തത്തിൽ അവര് ടാറ്റ എന്ന് പറഞ്ഞുകൊണ്ട് പോകും BJP-യിലേക്ക്. അതാണ് പുതിയ കോൺഗ്രസ്. അതുകൊണ്ട് ആ കോൺഗ്രസ് പാർട്ടിക്ക് BJP-യുമായി ചങ്ങാത്തം ചേരാൻ ഒരു മടിയും ഉണ്ടാകില്ല എന്നെല്ലാവരും കണ്ടതാണ് കേരളം. നമ്മളെപ്പോഴും പറയും, മറവിയെ പറ്റി പറയും. പക്ഷെ എന്നാലും ഞങ്ങൾ ഇടതുപക്ഷം പറയും, കേരളം മറക്കാൻ പാടില്ല പഴയ വടകര ബേപ്പൂർ മോഡൽ. 80കളിൽ മറ്റുമാണത്. അതിൻ്റെ ആരംഭത്തിൽ വടകര പാർലമെന്റ് മണ്ഡലത്തിലും ബേപ്പൂർ അസംബ്ലി മണ്ഡലത്തിലും അന്ന് കോൺഗ്രസ് പാർട്ടിയുടെ ബന്ധുക്കൾ BJP-ക്കാരായിരുന്നു, പൊതു സ്ഥാനാർത്ഥിയായിരുന്നു. അതാണ് വടകര ബേപ്പൂർ മോഡൽ. ഞാൻ പണ്ട് സ്കൂളിൽ പഠിച്ച ഒരു വ്യാകരണ ഭാഗം ഓർത്തു പോകുന്നു. ഇപ്പോൾ നേരത്തെ ഓർത്തിട്ടുണ്ട്, വീണ്ടും ഓർത്തു പോകും.
അത് ഉൾപ്രേക്ഷയെ പറ്റിയാണ്. ഉൾപ്രേക്ഷ മറ്റൊന്നിൽ ധർമ്മയോഗത്താൽ അതുതാനല്ലയോ ഇത് എന്ന് വന്യത്തിൽ ആശങ്ക ഉൾപ്രേക്ഷയ്ക്ക് കലങ്കൃതി എന്നാണ് ആ ഒരു നിർവചനം. ഉൾപ്രേക്ഷയുടെ കോൺഗ്രസിന്റെയും BJP-യുടെയും കാർമ്മികത്വത്തിൽ ഏറെക്കാലമായി കേരളം കാണുന്നത് അതാണ്. രാഷ്ട്രീയ ഉൾപ്രേക്ഷ. ഇടതുപക്ഷ വിരോധത്തിൽ ധർമ്മയോഗത്താൽ കോൺഗ്രസ് പാർട്ടിയുടെ കൈപ്പത്തിലാണല്ലയോ BJP-യുടെ താമര എന്ന് വർണ്ണത്തിൽ ആശങ്കയല്ല, യഥാർത്ഥമായ ബോധ്യമുളവാക്കുന്നുണ്ട് ഈ ഉൾപ്രേക്ഷ. ഈ നുരികെട്ട ഏറ്റവും പൊറപ്പിക്കാനാകാത്ത രാഷ്ട്രീയ ഉൾപ്രേക്ഷയെ കേരള ജനങ്ങൾ ഇത്തവണ അഗാധമായ കുഴിവെട്ടി കുഴിച്ചുകൊള്ളുമെന്ന് ഉറപ്പാണ് LDF. ആ നേട്ടത്തിന്റെ തുടക്കവുമായി LDF മുമ്പോട്ട് പോകും. ഏതാനും മാസം കഴിഞ്ഞ് വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ഉജ്ജ്വല വിജയം നേടും. കേരളത്തിൽ സംശയം LDF ഭരണത്തിന്റെ മൂന്നാം മൂലം ഉണ്ടാകും.